ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഇന്നത്തെ വിഷയം ഭയമാണ്. അതിന് തൊട്ടു മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് കടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ ആദ്യം കണ്ടെത്തിയ റിസൈൻമെൻറ്റിലെ 1, 2, 3, 4, 5 കോളങ്ങളിൽ അഞ്ചാമത്തെ കോളമായ മൈ മിസ്റ്റേക്സ്, അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് മിസ്റ്റർ ബ്രൗണിനോട് ഉണ്ടായ ദേഷ്യത്തിന് കാരണം ഞാൻ എൻ്റെ ഭാര്യയെ നെഗ്ലക്റ്റ് ചെയ്തതുകൊണ്ടാണ് എന്ന് ബിൽ ഡബ്ല്യു ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ബിൽ ഡബ്ല്യു അതിന് മൈ മിസ്റ്റേക്കിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ എൻ്റെ ബിൽ ഡബ്ല്യുവിൻ്റെ തെറ്റായിട്ട് കാണുന്നത് സെൽഫിഷാണ്, സ്വാർത്ഥതയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഡിസ്ഹോണസ്റ്റ് ആയിരുന്നു. കാരണം ഭാര്യയോട് ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസനീയമായിട്ട് പ്രവർത്തിച്ചില്ല എന്ന് കാണുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ ഡിസ്ഹോണസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, സത്യസന്ധതയില്ലായ്മ എഴുതിയിട്ടുണ്ട്. പിന്നെ ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ മൈ ഓൺ ഇൻട്രസ്റ്റ് റാദർ ദാൻ ഡൂയിങ് മൈ ജോബ്, അതായത് സ്വന്തം ജോലി നോക്കുന്നതിനേക്കാൾ മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് സെൽഫ് സീക്കിങ് അല്ലെങ്കിൽ സ്വാർത്ഥനായിരുന്നു എന്ന്, അല്ലെങ്കിൽ തൻകാര്യം മാത്ര പ്രസക്തമായ സ്വാർത്ഥത എന്നുള്ള രീതിയിലാണ് സെൽഫ് സീക്കിങ്ങിനെ അദ്ദേഹം കാണുന്നത്. മറ്റൊരു കാര്യത്തിൽ മിസ്സസ് ജോൺസിനോട് ഐ വാസ് ഇൻകോൺസിഡറേറ്റ് ടു ഹർ, അതായത് തൻ്റെ അയൽവാസിയായ മിസ്സസ് ജോൺസിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിനൊരു കാരണം ബിൽ ഡബ്ല്യു എഴുതുന്നത് സ്വാർത്ഥതയാണ്. മറ്റൊരു കാര്യം, ഐ ആം അഫ്രൈഡ് ദാറ്റ് മൈറ്റ് ഹാപ്പൻ ടു മീ, അതായത് മിസ്റ്റർ ജോൺസ് തൻ്റെ സുഹൃത്തിനെ ജയിലിൽ കയറ്റിയതുപോലെ എന്നെയും ജയിലിൽ കയറ്റുമോ എന്നുള്ള ഒരു ഭയം അയാളെ നയിച്ചിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഫ്രൈറ്റൻഡ് എന്ന് മൈ മിസ്റ്റേക്കിൽ ബിൽ ഡബ്ല്യു എഴുതാൻ തയ്യാറായത്. ഐ ഡിഡ് തിങ്സ് ഐ ഡോണ്ട് വാണ്ട് അതേഴ്സ് ടു നോ അബൌട്ട്, പല കാര്യങ്ങളും മറ്റുള്ളവരറിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതുകൊണ്ടാണ് ഡിസ്ഹോണസ്റ്റ് എന്ന മിസ്സസ് ജോൺസിൻ്റെ സ്ഥാനത്ത് മൈ മിസ്റ്റേക്ക്, എൻ്റെ തെറ്റുകളിൽ ഡിസ്ഹോണസ്റ്റ് എന്ന് എഴുതുന്നത്. എംപ്ലോയറുടെ ഭാഗത്താണെങ്കിൽ ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്തില്ല എന്നുള്ള ഭാഗത്ത് മൈ മിസ്റ്റേക്കിൻ്റെ സ്ഥാനത്ത് ബിൽ ഡബ്ല്യു സെൽഫിഷ്, ഡിസ്ഹോണസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്വന്തം ഭാര്യനെ പറ്റി എഴുതിയിരിക്കുന്നത് ഐ ഡോണ്ട് പേ എനി അറ്റൻഷൻ ടു ഹർ, ഞാൻ അവളെ ഒന്നും കാര്യമാക്കിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എന്നർത്ഥത്തിൽ സെൽഫിഷ് എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ട്. ഐ പുട്ട് മൈ ജോബ് ഇൻ ജിയോപാഡി ബൈ ഡ്രിങ്കിങ് ആൻഡ് സ്റ്റീലിങ്, അതായത് തൻ്റെ ജോലിയെ ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തിച്ചെടുത്തു, അതുകൊണ്ട് കുടിക്കുന്നത് കൊണ്ടും ജോലി സ്ഥലങ്ങളിൽ മോഷണം നടത്തിയതുകൊണ്ടും. അവിടെ ബിൽ ഡബ്ല്യു എഴുതുന്നത് ഡിസ്ഹോണസ്റ്റ് എന്നാണ്. അപ്പോൾ മൈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന അഞ്ചാമത്തെ കോളത്തിന് ശേഷം നേരെ ബിൽ ഡബ്ല്യു ഭയത്തെക്കുറിച്ച് പറയുകയാണ്. ഭയത്തെക്കുറിച്ച് പറയുന്നത് പേജ് നമ്പർ 66 ഇംഗ്ലീഷ് ബുക്കിലാണെങ്കിൽ 67 അത് നമുക്ക് വായിക്കാം. മിസ്റ്റർ ബ്രൗൺ, മിസ്സസ് ജോൺസ്, തൊഴിലുടമ, ഭാര്യ എന്നിവരോടുണ്ടായിരുന്ന വിഷമങ്ങൾക്ക് നേരെ ഭയം എന്ന പദം വലയത്തിലിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മൈ മിസ്റ്റേക്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ വലയമിട്ട് ഈ ഭയം എന്ന പദം ചേർത്തിട്ടുണ്ട്. ഈ കൊച്ചു പദം ഒരു വിധത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു. ഇത് ജീവിതം കരളുന്ന ഒരാപത്താണ്. നമ്മുടെ അസ്തിത്വത്തിൽ ഇതുകൊണ്ട് മട വീഴും. ഇത് സാഹചര്യങ്ങളെ അനർത്ഥങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോകും, അർഹിക്കാത്ത നാശത്തിലേക്ക്. പക്ഷേ നമ്മൾ തന്നെയല്ലേ പന്തുരുട്ടാൻ തുടങ്ങിയത്? ഭയം കളവിൻ്റെ കൂട്ടാളിയാണെന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത് കൂടുതൽ ആപത്ത് വരുത്തും. ഞങ്ങൾ ഞങ്ങളുടെ ഭയത്തെ വിശദമായി പുനഃപരിശോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അമർഷമില്ലെങ്കിലും ഞങ്ങളത് കടലാസിൽ പകർത്തി. അപ്പോൾ കടലാസിൽ പകർത്തുന്നതിന് നമുക്ക് എളുപ്പമുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ നീരസത്തെക്കുറിച്ചുള്ള ഒരു കടലാസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ ബ്രൗണിനോട് നമുക്ക് ഒരു ഫിയർ ആൻഡ് സെൽഫ് എസ്റ്റീം, ഫിയർ, അങ്ങനെ 3 കോളം നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് ഹിസ് അറ്റൻഷൻ ടു മൈ വൈഫ്, അത് എന്തുകൊണ്ടാണ് എനിക്ക് ഭയമുണ്ട് എൻ്റെ ഭാര്യ എന്നെ പിരിച്ചു പോകുന്നത്. അത് ബിൽ ഡബ്ല്യു ഉദാഹരണം പറയുന്നതാണ്. ടോൾഡ് മൈ വൈഫ് ഓഫ് മൈ മിസ്റ്റേക്സ്, അതായത് ടോൾഡ് മൈ വൈഫ് ഓഫ് മൈ മിസ്ട്രസ്, അപ്പോൾ അതും ഫിയറിലേക്കാണ് വരുന്നത്. പിന്നെ ബ്രൗൺ മേ ഗെറ്റ് മൈ ജോബ് അറ്റ് ദ ഓഫീസ്, അതായത് തൻ്റെ ഓഫീസിൽ ബ്രൗണ് ജോബ് ലഭിക്കുമോ എന്നുള്ള ഒരു ഭയം. അപ്പോൾ ഈ 3 ഭയങ്ങളെ അവിടെ കാണിച്ചിട്ടുണ്ട്. മിസ്സസ് ജോൺസണോടുള്ള ഭയം എന്താണ്? അത് ഷീ കമ്മിറ്റഡ് ഹർ ഹസ്ബൻഡ് ഫോർ ഡ്രിങ്കിങ്, ഹീ ഈസ് മൈ ഫ്രണ്ട്, ഷീ ഈസ് എ ഗോസിപ്പ്. അപ്പോൾ അവള് തൻ്റെ ഭർത്താവിനെ, അതായത് മിസ്സസ് ജോൺസ് തൻ്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റി, അതൊരു ഭയമാണ്. അതുപോലെ തന്നെ മൈ എംപ്ലോയറിനെ ബി എൽ ഡബ്ല്യു പറയുന്നത്
കാരണം ജോലി നഷ്ടപ്പെടും എന്നുള്ള ഭയം. എൻ്റെ ഭാര്യയോട് എന്നുള്ള ഭയം എന്താണ്? ഭാര്യ എന്നെ പിരിഞ്ഞു പോകുന്നുള്ള ഭയം. ഇത്തരം 1, 2, 3, 4, 5, 6 ഭയത്തെക്കുറിച്ച് തങ്ങളുടെ ലിസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ ഈ പേപ്പറിലേക്ക് ഭയത്തിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാ? ദാറ്റ് മൈ വൈഫ് വിൽ ലീവ്. ഒരു പക്ഷേ എൻ്റെ ഭാര്യ എന്നെ പിരിഞ്ഞു പോയേക്കാം. അത് ബിൽ ഡബ്ല്യു പറയുന്ന ഒരു ഉദാഹരണം ഇവിടെ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഭാര്യ പിരിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ ഒറ്റയ്ക്കാവും, അല്ലെങ്കിൽ ലോൺലി ആവും, ഏകാന്തനാവും. അപ്പോൾ അതൊരു ഭയമാണ്. അപ്പോൾ ജയിലിൽ കയറ്റുമെന്നുള്ള ഭയം എന്തോ? ജോൺസ് ജയിലിൽ കയറ്റുമെന്നുള്ള ഭയം ഉണ്ടായതിൻ്റെ കാരണം എന്നാ? അതൊരു ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. എനിക്ക് ഒരു നഷ്ടം വരുമോ എന്നുള്ള ഭയം. അടുത്ത ഫിയർ ദാറ്റ് പീപ്പിൾ വിൽ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ തിങ്സ് ഐ ഹാവ് ഡൺ. അതായത് മിസ്സസ് ജോൺസൺ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ബിൽ ഡബ്ല്യുവിൻ്റെ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്നുള്ള ഭയം. അതായത് മറ്റാളുകൾ ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമെന്നുള്ള ഭയം. എംപ്ലോയറോടുള്ള ഭയം എന്ന് പറയുന്നത് ഫിയർ ഓഫ് കോൺഫ്രണ്ടേഷൻ ആണ്. എൻ്റെ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഭാര്യ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഫിയർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയാണ്. അതായത് ഞാൻ ഒറ്റപ്പെടുമോ, വീടിൻ്റെ മോർഗേജ് എനിക്ക് തന്നെ അടയ്ക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. ഇത്തരം ഭയങ്ങളൊക്കെയാണ് നമ്മൾ ബുക്കിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ചേർക്കാവുന്നത്. അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് 100 കണക്കിന് ഭയങ്ങൾ ചേർക്കാൻ കഴിയും. ഫിയർ ഓഫ് സക്സസ്, അല്ലെങ്കിൽ വിജയിക്കുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് മീറ്റിംഗ് ചെയ്യാനുള്ള ഭയം. ന്യൂ പീപ്പിൾ, പുതിയ ആളുകളെ കണ്ടുമുട്ടുമ്പോഴുള്ള ഭയം. ഫിയർ ഓഫ് ഗോഡ്, ദൈവത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ഡൈയിങ്, മരണത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ഇൻസാനിറ്റി, ഭ്രാന്തിനോടുള്ള ഭയം. ഫിയർ ഓഫ് ഇൻറ്റിമസി, അത് ഇൻറ്റിമസി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടോ അല്ലെങ്കിൽ നല്ല അടുപ്പമുള്ള സ്നേഹബന്ധം, സൗഹൃദം, അതിനോടുള്ള ഒരു ഭയം. ഫിയർ ഓഫ് സെക്സ്, ലൈംഗികതയോടുള്ള ഭയം. ഫിയർ ഓഫ് റിജക്ഷൻ, എവിടെ നിന്നെങ്കിലും നമ്മൾ പുറത്തള്ളപ്പെടുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് കോൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അഭിമുഖീകരിക്കുക എന്നുള്ള ഭയം, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലുണ്ടാകുമോ എന്നുള്ള ഭയം, ചെറുത്ത് നിൽക്കാനുള്ള ഭയം എന്നൊക്കെ വിവരിക്കാം. ഫിയർ ഓഫ് ഡിസീസ് അല്ലെങ്കിൽ ഡിസീസസ്, രോഗത്തെക്കുറിച്ചുള്ള ഭയം, അല്ലെങ്കിൽ ഒരു കണക്കിന് രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ആൽക്കഹോൾ, മദ്യത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ഡ്രഗ്സ്, മയക്കുമരുന്നുകളുടെ ഭയം. ഫിയർ ഓഫ് റിലാപ്സ്, നമ്മൾ വീണു പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ പുനർപതനത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ലോൺലിനെസ്, ഏകാന്തതയോടുള്ള ഭയം. ഫിയർ ഓഫ് സിൻ, പാപത്തോടുള്ള ഭയം. ഫിയർ ഓഫ് സെൽഫ് എക്സ്പ്രഷൻ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റീനെ, നമ്മുടെ വ്യക്തിത്വത്തെ തുറന്നു കാട്ടാനുള്ള ഭയം. ഫിയർ ഓഫ് അതോറിറ്റി, അല്ലെങ്കിൽ അധികാരികളോടുള്ള ഭയമാണ്. അതോറിറ്റികളോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ അനുമതി, അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള നിയമപരമായ ചില കാര്യങ്ങളിൽ ഉള്ള ഭയം, അല്ലെങ്കിൽ ഗ്രന്ഥകർത്താക്കളോടുള്ള ഭയം, അങ്ങനെയൊക്കെ ഇത് പറയാം. അപ്പോൾ ഫിയർ ഓഫ് ഹൈറ്റ്സ്, ഉയരത്തെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലായ്മയെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, ജോലിയെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് പേരൻസ്, മാതാപിതാക്കളോടുള്ള ഭയം. ഫിയർ ഓഫ് ലോസിങ് എ ലവ്ഡ് വൺ, നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുമോ എന്നുള്ള ഭയം. നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുള്ള ഭയം. ഫിയർ ഓഫ് അനിമൽസ്, മൃഗങ്ങളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഇൻസെക്ട്സ്, അതായത് പ്രാണികളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് പോലീസിനെ കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ജയിലിനെ കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള ഭയം. അതിപ്പോൾ ഡെന്റിസ്റ്റ് ആകാം, സർജനാകാം, ഹോസ്പിറ്റലാകാം, അതെല്ലാം ഈ ഫിയറിൽ വരുന്നതാണ്. ഫിയർ ഓഫ് സ്റ്റീലിംഗ്, മോഷ്ടിക്കുന്നതിനുള്ള ഭയം. ഫിയർ ഓഫ് ക്രെഡിറ്റേഴ്സ്, അതായത് കടം വാങ്ങിയവരോടുള്ള ഭയം. ഫിയർ ഓഫ് ബീയിങ് ഫൗണ്ട് ഔട്ട്, കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് ഹോമോസെക്ഷൽസ്, ലെസ്ബിയൻസ്, നമുക്കറിയാം ലെസ്ബിയൻസ് ഹോമോസെക്സ്വലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം. ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമെന്നുള്ള ഭയം. ഫിയർ ഓഫ് സക്സസ്, വിജയിക്കുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഫിസിക്കൽ പെയിൻ, ശാരീരിക വേദനകളോടുള്ള ഭയം. ഫിയർ ഓഫ് ഡ്രൗണിങ്, മുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് മെൻ, ആണുങ്ങളോടുള്ള ഭയം. ഫിയർ ഓഫ് വുമൺ, സ്ത്രീകളോടുള്ള ഭയം. ഫിയർ ഓഫ് ബീയിങ് എലോൺ, ഒറ്റപ്പെടുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് പീപ്പിൾ, ജനക്കൂട്ടത്തോടുള്ള ഭയം. ഫിയർ ഓഫ് ക്രൈയിങ്, കരച്ചിൽ വരുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തോടുള്ള ഭയം. ഫിയർ ഓഫ് റേസസ്, നമ്മുടെ വർഗത്തെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ദ അൺനോൺ, നമുക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ്,
അബാൻഡൻമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആരെങ്കിലും ഉപേക്ഷിക്കുമോ, തള്ളിപ്പുറത്താക്കപ്പെടുമോ, പരിത്യജിക്കപ്പെടുമോ എന്നുള്ള ഭയങ്ങളാണ്. ഫിയർ ഓഫ് ഡിസപ്രൂവൽ, അംഗീകരിക്കപ്പെടുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് സോബറേറ്റി, സുബോധത്തെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഹോസ്പിറ്റൽസ്, ആശുപത്രിയെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഫീലിങ്സ്, വികാരങ്ങളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഗെറ്റിംഗ് ഓൾഡ്, വയസ്സാകുന്നതിനെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഹർട്ടിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് വയലൻസ്, വലിയ ലഹള ഉണ്ടാക്കുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് റൈറ്റിംഗ് ഇൻവെൻട്രി, നമ്മുടെ ധാർമ്മിക നിലവാരം എഴുതുന്നതിനെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഗവൺമെന്റിനെ കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഗ്യാങ്ങുകളെ കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ഗോസിപ്പ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്നതിനെ കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് വെൽത്തി പീപ്പിൾ, ധനികരായ മനുഷ്യരോടുള്ള ഭയം. ഫിയർ ഓഫ് ഗൺസ്, തോക്കിനോടുള്ള ഭയം. ഫിയർ ഓഫ് ചേഞ്ച്, മാറുവാനുള്ള ഭയം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതികളെ മാറ്റുവാനുള്ള ഭയം. ഫിയർ ഓഫ് ബീയിങ് ഓൺ ടൈം, കൃത്യസമയത്ത് എത്തിച്ചേരുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് ബീയിങ് ലേറ്റ്, എപ്പോഴും വൈകുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് ഇമ്പോർട്ടൻസ്, ഷഡനായി പോകുമോ എന്നുള്ള ഭയം. പിന്നെ നമുക്കുള്ളത് ഫിയർ ഓഫ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, അതായത് നമ്മുടെ ലൈംഗികപരമായിട്ടുള്ള കഴിവില്ലാതാകുമോ എന്നുള്ള ഭയം. ഫിയർ ഓഫ് മിസ്റ്റേക്സ്, തെറ്റുകളെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്, തുറന്ന ഒരു സദസ്സിൽ സംസാരിക്കാനുള്ള ഭയം. ഫിയർ ഓഫ് ക്യാൻസർ ആൻഡ് ഹാർട്ട് അറ്റാക്ക്, പാർക്കിൻസൺസ് എക്സെട്ര. അങ്ങനെ ധാരാളം രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം. ഇതെല്ലാം ഭയങ്ങളുടെ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ നീരസത്തിൻ്റെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ബിൽ ഡബ്ല്യു നമ്മളോട് പറയുകയാണ്, വാട്ട് ഡു ഐ വർക്ക് ഓൺ നെക്സ്റ്റ്, എന്താണ് ഞാൻ അടുത്ത ഇതായി ചെയ്യേണ്ടത്. പേജ് നമ്പർ 67 ആദ്യം വായിച്ചതുപോലെ ഞാൻ ആ ഭയം എന്ന വലയമിട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഒരു ശ്രദ്ധിച്ചു. അഞ്ചാമത്തെ കോളത്തിൽ ഭയം എന്നൊരു വലയം ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അതൊരു പേപ്പറിലേക്ക് എഴുതാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ബിൽ ഡബ്ല്യു അടുത്തതായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഡീലിംഗ് വിത്ത് ഫിയർ. ഈ ഭയത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടോ? അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഭയമുള്ളതെന്ന് ഞങ്ങളോട് തന്നെ ചോദിച്ചു. സ്വാശ്രയബോധം നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ? സ്വാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷെ നിലനിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ പേടി എന്ന പ്രശ്നം പരിഹരിച്ചില്ല. മറ്റു പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ എൻ്റെ ഫിയർ ലിസ്റ്റിലെടുത്തപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു. പൈലി എന്ന് പറഞ്ഞ ഒരാളെ പറ്റി പറഞ്ഞു. അയാൾ സെക്ഷലി ഹരാസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭയം എങ്ങനെ ഉണ്ടാകുന്നത്? ലോകം മുഴുവൻ അത് പാട്ടാക്കുമോ എന്നുള്ളൊരു ഭയം ഈ പറയുന്ന ഭയത്തെക്കുറിച്ച് ലിസ്റ്റ് എഴുതുന്ന ആൾക്കുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആദ്യം പൈലിയുടെ പേര് കൊടുക്കണം. രണ്ടാമത് എന്താണ് അതിന് കാരണം? പൈലി ഇത് ലോകം മുഴുവൻ പാട്ടാക്കുമെന്നുള്ള ഭയം. ചിലർക്ക് പോലീസിനെയാണ് ഭയം. പോലീസിന് ഭയമാണ് നമ്മൾ കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാക്കാമെന്നുള്ള ഭയം. അങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഭയത്തെക്കുറിച്ചുള്ള ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഓരോരുത്തരുടെ ഭയങ്ങൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും, തികച്ചും വ്യത്യസ്തമായിരിക്കും. ബിൽ ഡബ്ല്യു ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്, ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ വേറെ ഒരു AI മെമ്പർക്ക് ബാധകമാകണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ ഭയങ്ങളാണോ അവനവന് ബാധകമാകുന്നത് അതാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ബിൽ ഡബ്ല്യുവിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഫിയർ ഉണ്ടായെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ എന്താണ്? വൈ ഡു ഐ ഹാവ് ദിസ് ഫിയർ, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഭയം ഉണ്ടായത്? ബിൽ ഡബ്ല്യു തൻ്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഭയം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഐ ഹാവ് നെഗ്ലക്റ്റഡ് മൈ വൈഫ്, എൻ്റെ ഭാര്യയെ ഞാൻ പരിഗണിച്ചില്ല. അല്ലെങ്കിൽ മറ്റുള്ള ജോലി സ്ഥലത്തുണ്ടായ ഭയത്തിനുള്ള കാരണം ഞാൻ പല ജോലികളും ചെയ്തില്ല, അപ്പോൾ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയം എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പല റിലേഷൻഷിപ്പും നഷ്ടപ്പെടുമോ, എൻ്റെ കൂട്ടുകാരൻ എന്നിൽ നിന്ന് അകന്നു പോകുമോ, അവനെ പോലീസ് കൊണ്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രിങ്ക് പാർട്ട്ണർ എൻ്റെ അകന്നു പോകുന്നുള്ള സെൽഫിഷ്നെസ് കൊണ്ടായിരിക്കാം ചില ഭയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഭയത്തെക്കുറിച്ചാണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആളുകളോടുള്ള ഭയം, നമ്മൾ ആ വ്യക്തിയെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലും നമ്മൾ കട്ടെടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ്, സത്യസന്ധതയില്ലായ്മയോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് നമ്മൾ പാലിക്കാതിരുന്നുകൊണ്ടുള്ള ഭയം ഉണ്ടാകാം. അതുകൊണ്ടാകാം നമ്മൾ
നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ അതാണ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ സ്വാർത്ഥതയിൽ ഊന്നി നിൽക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചതെന്നുള്ളതാണ് രണ്ടാമത്തെ കോളത്തിൽ പൂർണ്ണമായും ഞാൻ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പകരം എൻ്റെ സെൽഫിൽ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ സ്വാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ അഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നേറിയതുകൊണ്ടാണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഈ കാരണങ്ങളെ കണ്ടെത്തുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ബിഗ് ബുക്കിൽ പറയുന്നത് ചില ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരാണ്. അതായത് ഭയത്തെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ്. അത് പേജ് നമ്പർ 67 തന്നെയാണ്. ഒരുപക്ഷെ ഭേദപ്പെട്ട ഒരു മാർഗമുണ്ടാകാം, ഞങ്ങൾ അങ്ങനെ കരുതുന്നു. കാരണം ഇന്ന് ഞങ്ങൾ പുതിയ ഒരു അടിസ്ഥാനത്തിലാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്ന അടിസ്ഥാനത്തിൽ. അനന്തമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു, ക്ഷണികമായ അഹത്തിലല്ല. അവനെ ഏൽപ്പിച്ച പണി ചെയ്യാനാണ് ഞങ്ങൾ ഈ ലോകത്തിലുള്ളത്. അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനും വിനീതമായി അവനിൽ ആശ്രയിക്കാനും വേണ്ടി മാത്രം. സർവനാശത്തെ നന്മയോട് ചേർക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചേക്കും. അപ്പോൾ നമ്മുടെ ഈ ഭയം കണ്ടെത്തുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ഗുണങ്ങളാണ് കിട്ടിയതെന്ന് ബിഗ് ബുക്കിൽ തന്നെ പറയുന്നു. ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ചതിന് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയത കഴിവുകേടിൻ്റെ വഴിയാണെന്ന് കരുതുന്നവരെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, അത് ശക്തിയുടെ മാർഗമാണ്. യുഗങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്നാൽ ധീരത എന്നാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം ധൈര്യമുണ്ട്. അവർ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്ന് കാട്ടിത്തരുവാൻ ഞങ്ങൾ അവിടുത്തെ അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റി ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെന്ന് കാട്ടിത്തരുവാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. ഇതാണ് ബിഗ് ബുക്കിൽ പേടിയിൽ നിന്ന് മുക്തരായതിനെ പറ്റി പേജ് നമ്പർ 68 ഇംഗ്ലീഷിലും 67 മലയാളത്തിലും പറയുന്നത്. അപ്പോൾ ഫിയറിനെ കുറിച്ചുള്ള മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ദൈവം ഞാൻ എന്താകുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലീസിന് പേടിയാണ്. രണ്ടാമത്തെ കോളത്തിൽ എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്ന് നമ്മൾ എഴുതി. നമുക്ക് പോലീസ് കുടിച്ചിട്ട് അറസ്റ്റ് ചെയ്യുമെന്നുള്ള പേടിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? സ്റ്റേ സോബർ ആൻഡ് ഫോളോ ദ ലോ. അതായത് നിയമം അനുസരിച്ചുകൊണ്ട് സുബോധത്തിൽ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ചാണ് നമുക്ക് ഭയമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തുകൊണ്ടാണ് ആ ഭയം വരുന്നത്? നമ്മൾ ഭയങ്കരമായിട്ട് മരിച്ചു പോകുമോന്നോ സിക്കായി പോകുമോ എന്നുള്ള ഭയമാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രിക്കോഷനാണ് എടുക്കേണ്ടത്? നമുക്ക് രോഗമുണ്ടെങ്കിൽ അതിന് മെഡിക്കൽ പ്രിക്കോഷൻ എടുക്കണം. അത് ഡോക്ടർ പറയുന്ന പോലെ എടുക്കണം. ഇനി ഏതെങ്കിലും പണം അപകരിച്ച ഒരാളെ പറ്റി നമ്മൾ എഴുതിയിട്ട് അത് പണം അയാളെ നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ കാണുന്നതെങ്കിൽ, മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവം എന്താണ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്? സ്റ്റോപ്പ് ലൈയിങ് ആൻഡ് ചീറ്റിംഗ്, ബി ഹോണസ്റ്റ് ആൻഡ് മേക്ക് അമൻസ്. അതായത് നുണ പറയുന്നത് അവസാനിപ്പിക്കുക, വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കുക, സത്യസന്ധനായിരിക്കുക, ആരോടൊക്കെ അമൻസ് ചെയ്യണമോ അവരോടെല്ലാം പണം കൊടുത്തുകൊണ്ട് അമൻസിൽ ഏർപ്പെടുക. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പ്രയർ മൂന്നാമത്തെ ലൈനായിട്ട് കൊടുത്തിട്ട് നാലാമത്തെ കോളമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊടുക്കാം. അതായത് ഞാൻ എൻ്റെ വൈഫിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തനായിരിക്കണം. ബിൽ ഡബ്ല്യു പറയുന്നത് പുള്ളി വൈഫിനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്കും പോയി എന്നാണ്. മൂന്നാമത്തെ കോളത്തിൽ അദ്ദേഹം പ്രയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ കോളത്തിൽ അദ്ദേഹം ഫെയ്ത്ത്ഫുൾ, അദ്ദേഹം പറയുന്ന അനുസരിച്ചാണ് ഇവിടെ നമ്മൾ പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയെ വിശ്വസിച്ചുകൊണ്ട് നന്നായി പ്രവർത്തിക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വസ്തനായിരിക്കുക, അല്ലെങ്കിൽ ലവ്വിങ് ആയിരിക്കുക, സ്നേഹമുള്ളവനായിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ പരാജയത്തെക്കുറിച്ചുള്ള ഭയമാണ് നമ്മളെ അലട്ടുന്നെങ്കിൽ നമുക്കുള്ള ജോബ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമായിരിക്കാം. പരാജയം വരിക എന്നുള്ള ജോബ് നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്നതിന് പരാജയപ്പെടുവോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രതീക്ഷയുള്ളവനായിരിക്കും, ഹോപ്പ്ഫുൾ. അപ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ള ഭയമാണെങ്കിലോ, കാരണം നമ്മൾ ഒരുപാട് പേരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, സ്റ്റോളം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ഹോണസ്റ്റ് ആയി തീരാനായിട്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചുള്ള ഭയമാണെങ്കിലോ, കാരണം നമ്മൾ പൊളിഞ്ഞു പോകുമോ, ദാരിദ്ര്യപ്പെടുമോ എന്നുള്ളതാണെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. നമുക്ക് കിട്ടുന്ന ജോലി നന്നായി ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം. കമ്പാഷനേറ്റനായിരിക്കണം, ഹമ്പിളായിരിക്കണം, എളിമയുണ്ടാവുന്നതായിരിക്കണം. കാരണം നമുക്ക് വിജയങ്ങളുണ്ടാവും. ഫിയർ ഓഫ് സക്സസിനെ കുറിച്ചാണെങ്കിൽ എന്നിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയോടെ ഹമ്പിളായിരിക്കണം. അപ്പോൾ
നമുക്ക് വേണമെങ്കിൽ ഈ റിസൻമെൻറ്റ് പോലെ 4 പേജുകളിലേക്ക് 4 കോളത്തിലേക്ക് ഈ ഫിയറിനെ എഴുതി, ആദ്യത്തെ കോളം ഫിയർ എഴുതി, അതെങ്ങനെയാണ് എന്നെ ബാധിക്കുന്നത് എഴുതി, പ്രാർത്ഥന എഴുതി, ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ റിസൻമെൻറ്റിൻ്റെയും ഫിയറിൻ്റെയും ഇതെടുത്തു. റിസൻമെൻറ്റ് എന്താണ്? റിസൻമെൻറ്റ് എല്ലാം പാസ്റ്റ് ആണ് അല്ലേ? ഭൂതകാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഭയം, ഭൂതകാലത്തെക്കുറിച്ചുള്ള എൻ്റെ നീരസങ്ങൾ. ഞാൻ പറഞ്ഞു പൈലിയോ എന്ന് പറയുന്ന ഒരാളോടുള്ള നീരസം, അദ്ദേഹം എന്നെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്തു എന്നുള്ള എൻ്റെ നീരസം, അതല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള എൻ്റെ പല നീരസങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് നീരസങ്ങൾ നമ്മളവിടെ കണ്ടു. അപ്പോൾ അത് എൻ്റെ ഭൂതകാലത്തെയാണ്. പക്ഷേ ഭയം അങ്ങനെയല്ല. ഭയം ഭാവിയെക്കുറിച്ചുള്ളതാണ്. ഭാവിയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എൻ്റെ ഫ്യൂച്ചർ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതാണ് ഇത്. അപ്പോൾ നീരസം എൻ്റെ പാസ്റ്റ് ആണെങ്കിൽ, ഫിയർ എൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ പടിയിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഏത്? എൻ്റെ ഇച്ഛയും ആഗ്രഹങ്ങളും ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചുവിട്ടു. ടേൺ. അപ്പോൾ ആ തിരിച്ചുവിട്ടതിന് ശേഷമാണ് നമ്മൾ 4ാമത്തെ പടി എടുക്കുന്നത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം മീറ്റിങ്ങിൽ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പുകളിൽ പലരും പറയുന്നതും ഞാനും 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ അങ്ങനെ തിരിച്ചുവിടുന്ന ഒരാൾക്ക് ഈ ഭയത്തിന് അടിസ്ഥാനമില്ല. ഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരുന്നത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ട്, അത് എന്തുകൊണ്ടാണ്, ആദ്യം എന്താണ് എൻ്റെ ഭയം, 2ാമത്തെ കോളത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഭയം ഉണ്ടാകുന്നത്, 3ാമത്തെ കോളത്തിൽ നമ്മൾ ആ ഭയത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു, 4ാമത്തെ കോളത്തിൽ ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ എഴുതുക. നമ്മൾക്ക് ചിലർക്ക് ഇവിടെ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങൾക്ക് വന്നതിന് ശേഷം ജോലി കിട്ടുമോ എന്നുള്ള ഭയമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫിയർ ഓഫ് ജോബ്, ആദ്യ കോളത്തിൽ ഫിയർ ഓഫ് ജോബ് എഴുതുന്നു. 2ാമത്തെ കോളത്തിൽ എനിക്ക് ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റിയാണ്, അപ്പോൾ അത് വരുമെന്നുള്ള ഭയം 2ാമത്തെ കോളത്തിൽ എഴുതുന്നു. 3ാമത്തെ കോളത്തിൽ നമ്മൾ പ്രയർ എഴുതുന്നു. 4ാമത്തെ കോളത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ റെസ്യൂമെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നു, ഞാൻ ജോബ് തിരക്കുന്നു, മറ്റുള്ളവരുടെ സഹായം ആവശ്യപ്പെടുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ 4 കോളത്തെ പറ്റി നമുക്ക് പറയാനുള്ളത്. ചില സമയങ്ങളിൽ നമ്മൾ ഈ 4ാം പടി എടുക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എക്സസൈസ് പോലെ തോന്നും അല്ലേ? പഴയ ഭൂതകാലത്തെ നീരസങ്ങൾ ഇതെല്ലാം വലിച്ചഴിച്ചുകൊണ്ട് വരിക, പിന്നെ ഈ ഫിയറിനെ കുറിച്ചൊക്കെ എഴുതുക. പക്ഷേ നമ്മളുടെ ഈ നെഗറ്റീവ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിനെക്കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കുന്നതിലേക്കായി നമ്മൾ എടുക്കുന്ന ഒരു എക്സർസൈസാണ്, ഒരു പരിശീലനമാണ് 4th സ്റ്റെപ്പ്. അപ്പോൾ ഇതുവരെയും, അതായത് ഒരു AA മെമ്പർ ആകുന്നതിന് മുമ്പ് നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ കൺസെപ്റ്റുകളും ആശയങ്ങളും സങ്കല്പങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് എൻ്റെ ഭാവിയിൽ ഞാൻ എന്തായിരിക്കണം, എന്ത് ചിന്തിക്കണം, എങ്ങനെയായിരിക്കണം എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇത് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4th സ്റ്റെപ്പിൽ ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇനിയും ഭാവിയിൽ നമുക്ക് പല പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു പോകാം, നീരസം വരാം, ഭയം വരാം. അന്നേരം ഷിബു എന്ന് പറയുന്ന ഒരു AA മെമ്പർ എന്ന രീതിയിൽ ഞാൻ എടുക്കേണ്ട ചില നടപടികളെക്കുറിച്ചാണ് 4th സ്റ്റെപ്പ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി റിവ്യൂ ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ പേജിൽ വി റിവ്യൂഡ് അവർ ഫിയേഴ്സ് തറോലി, നമ്മുടെ ഭയത്തെ നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്തു, നമ്മൾ അത് പേപ്പറിൽ എഴുതി. നമുക്ക് അത്തരം ഒരാളുകളോട് നീരസമില്ലെങ്കിലും, നമുക്കറിയാവുന്ന വലിയ നീരസം ഇല്ല എങ്കിൽ പോലും നമ്മൾ ആദ്യത്തെ കോളത്തിൽ അത് എഴുതണമെന്നാണ് ബിഗ് ബുക്കിൽ പേജ് നമ്പർ 68 പറയുന്നത്. ഇപ്പോൾ 2ാമത്തെ കോളത്തിൽ എന്താണ് പറയുന്നത്? വി ആസ്ക്ഡ് അവർ സെൽസ് വൈ വി ഹാഡ് ദം, എന്തുകൊണ്ടാണ് ഈ ഭയം നമ്മൾക്കുണ്ടായത്? Was it because self-reliance failed us? Self-reliance was good as far as it went, but it didn't go through. Some of us once had great self-confidence, but it didn't fully solve the fear problems or any other. When it made us cocky, it was worse. അപ്പോൾ 2ാമത്തെ കോളത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭയം ഉള്ളത്? അത് ഞങ്ങളോട് തന്നെ ചോദിക്കുകയാണ്. സ്വാശ്രയബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണോ? സ്വാശ്രയബോധം ഒരു വേള ഉണ്ടായിരുന്നു, പക്ഷേ നിലനിന്നില്ല. ഞങ്ങളിൽ ചിലർക്ക് തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ പേടി പ്രശ്നം പരിഹരിച്ചില്ല. മറ്റ് പല പ്രശ്നങ്ങളും പരിഹരിച്ചില്ല. ഞങ്ങൾക്ക് ധാർഷ്ട്യമുണ്ടായപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഈ കാരണങ്ങളാണ് നമ്മൾ 2ാമത്തെ കോളത്തിൽ കണ്ടുപിടിക്കുന്നത്. 3ാമത്തെ കോളത്തിൽ
just to the extent that we do as we think. He would have us and humbly rely on him. Does he enable us to match calamity with the serenity? We ask him to remove our fear and direct our attention to what he would have us. What do we think God would have us do and be? പേജ് നമ്പർ 68. അതായത് ഞങ്ങളുടെ സൃഷ്ടാവിൽ ആശ്രയിച്ചതിന് ഞങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയത കഴിവുകേടിൻ്റെ വഴിയാണെന്ന് കരുതുന്നവരെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുന്നു. വിരോധാഭാസം എന്ന് പറയട്ടെ, അത് ശക്തിയുടെ മാർഗമാണ്. യുഗങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്നാൽ ധീരത എന്നാണ്. വിശ്വസിക്കുന്നവർക്കെല്ലാം ധൈര്യമുണ്ട്. അവിടെ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾക്ക് ദൈവത്തെ പ്രതി പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടില്ല. പകരം ഞങ്ങളിലൂടെ അവിടത്തേക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് കാട്ടിത്തരുവാൻ ഞങ്ങൾ അവിടുത്തെ അനുവദിച്ചു. ഞങ്ങളുടെ പേടി മാറ്റിത്തരുവാൻ ഞങ്ങൾ എന്താകാനാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്ന കാട്ടിത്തരാൻ ഞങ്ങൾ അദ്ദേഹത്തോട് അപേക്ഷിച്ചു. പെട്ടെന്ന് ഞങ്ങൾ പേടിയിൽ നിന്ന് മുക്തരായി. ഇതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തു. 3 കോളത്തിലും ഈ കാര്യങ്ങൾ എഴുതുക. 4ാമത്തെ കോളം വേണമെങ്കിൽ നമുക്ക് പ്രയർ എന്നുള്ള ഒരു ഭാഗം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്, സ്വാശ്രയബോധം, അതെങ്കിൽ സെൽഫിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സെൽഫ് എസ്റ്റീം, സെക്യൂരിറ്റി, അംബീഷൻസ്, പേഴ്സണൽ റിലേഷൻസ്, സെക്സ് റിലേഷൻ, പോക്കറ്റ് ബുക്ക് ആൻഡ് പ്രൈഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അടുത്ത കോളത്തിൽ പോകുന്നതിന് മുമ്പ് അടുത്ത ഒരു പേജിൽ പക്ഷേ നമ്മൾ തന്നെയല്ലേ പന്തുരുട്ടാൻ തുടങ്ങിയത് എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ബി അവർ സെൽഫ് സെറ്റ് ദ ബോൾ റോളിംഗ്. അതായത് പന്തുരുട്ടാൻ തുടങ്ങിയത് നമ്മൾ തന്നെയല്ലേ. വാട്ട് ഡിഡ് ഐ ഡു ടു സെറ്റ് ദ ബോൾ റോളിംഗ്? എന്തൊക്കെയാണ് ഞാൻ ഈ പറയുന്ന പന്ത് ഉരുട്ടാൻ തുടങ്ങിയത് എന്നാണ്. വാട്ട് ഈസ് നമ്മുടെ പല ഭയത്തെക്കുറിച്ചുള്ള ഇമ്മീഡിയറ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അപ്പോൾ മറ്റുള്ളവരോട് നമ്മുടെ പെരുമാറ്റം, കാരണം 100 കൂട്ടം ഭയം വരുമ്പോൾ നമ്മൾ പല രീതിയിലാണ് നമ്മുടെ റിയാക്ഷൻസും ആക്ഷൻസും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ പ്രവൃത്തിയെ അല്ലെങ്കിൽ വാട്ട് ക്യാരക്ടേഴ്സ് ഡിഡ് ഐ പ്ലേ, ഞാൻ എന്ത് ക്യാരക്ടറാണ് ഇത്തരം ഭയങ്ങളിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ കോളത്തിൽ പറയേണ്ടത്. അടുത്തത് വേർ ഹാഡ് വി ബീൻ. അവിടെ നമ്മൾ കണ്ടുപിടിച്ചു സെൽഫിഷ്, ഡിസോണസ്റ്റ്, സെൽഫ് സീക്കിങ്, ഫ്രൈറ്റൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോളത്തിൽ 4ാമത്തെ കോളത്തിൽ വേണമെങ്കിൽ എഴുതി ചേർക്കാമെന്നാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്.